ഇതിലെ ഇന്നലെ പെട്രോളിയം മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് രാജ്യത്ത് ഗ്യാസിന് ക്ഷാമമില്ല എന്നാണ്. അതെ, അങ്ങനെ പറയുകയും ഇതുപോലെ ഈ വാണിജ്യ സിലിണ്ടർ പെട്രോളിയം മന്ത്രി ഇന്നലെ പാർലമെന്റിലെ പ്രസ്താവന നമ്മളെല്ലാം കണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ശ്രീ സുരേഷ് ഗോപിയാണ് പെട്രോളിയം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. അവരിത് നേരിട്ട് കണ്ണു തുറന്ന് കാണണമെന്ന്, ഈ വസ്തുത കാണണമെന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിലുള്ള ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആളുകളിൽ വല്ലാത്ത ഭീതിയും ആശങ്കയുമാണ്. മറ്റെന്തിനേക്കാൾ ജീവവായു പോലത്തെ ഒരു അവസ്ഥയാണ് ഈ കുക്കിംഗ് ഗ്യാസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. അപ്പോൾ അത്തരം ഒരു ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ട് ഇങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്, പെട്രോളിനും ഡീസലിനും ഗ്യാസിനൊന്നും ഒരു ക്ഷാമവുമില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയണമെങ്കിൽ അവർ വളരെ അകലങ്ങളിലാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കേന്ദ്രത്തിന് ഇതിലൊരു വീഴ്ച പറ്റുന്നുണ്ടോ? ഇതിൽ മുൻകൂട്ടി കണ്ട് ഇതിന്റെ സ്റ്റോക്കും ഇതിന്റെ വിതരണം ക്രമീകരിക്കുന്നതിൽ അല്ല, കേന്ദ്ര ഗവൺമെൻറ് അല്ലേ ഇങ്ങനെ ഒരു ആശങ്ക ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത്. അതിന് പകരം ഇന്നലത്തെ പാർലമെൻറ്റിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസ്താവന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയല്ലേ. അങ്ങനെയാണോ ഒരു മന്ത്രി ഇതുപോലൊരു ക്രൂഷ്യൽ ഇഷ്യൂവിനെ പ്രതികരിക്കേണ്ടത്? അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, അവർ 25 ദിവസമാണ് ഡ്യൂറേഷൻ പറയുന്നത്. ഒരു തവണ ബുക്ക് ചെയ്താൽ 25 ദിവസമാകുമ്പോൾ ഇത് അടുത്ത വിതരണം ചെയ്യാൻ കഴിയുന്നു. 30, 32, 35 ദിവസം ഉപയോഗത്തിന് ഒരു സിലിണ്ടർ ഒരു ആവറേജ് അനുസരിച്ച് മതിയാകുമെന്നാണ് ഒരു പൊതു കണക്ക് പറയുന്നത്. എന്തായാലും ഗാർഹിക ഉപഭോക്താക്കൾക്ക് യാതൊരു ആശങ്കയും വേണ്ട എന്നും അവരുടെ ബുക്കിങ്ങിന് തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുമെന്നും ഇന്നലെ എണ്ണ കമ്പനികളുടെ പ്രതിനിധികൾ തീർത്തും പറയുകയുണ്ടായി. നമുക്കത് ആദ്യം അത് വിശ്വസിച്ച് കുറച്ച് മുന്നോട്ട് പോകാം. എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിടവിട്ട് 2 ദിവസങ്ങൾക്കിടയിൽ നമ്മൾ ഈ യോഗം ഇതുപോലെ ആശയവിനിമയം നടത്താൻ വേണ്ടി ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി. അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും സ്റ്റോക്ക് 11 മണിയോടുകൂടി ഗവൺമെൻറ്റിനെ, കളക്ടർമാരെ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ മുഖ്യമന്ത്രി ഇന്നലെ യോഗത്തിൽ എടുപ്പിക്കുകയുണ്ടായി. അതിനനുസരിച്ച് സ്വാഭാവികമായും നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. 2 ദിവസത്തിലൊരിക്കൽ ഈ റിവ്യൂ നടത്തുമ്പോൾ വരുന്ന പുതിയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അത് മനസ്സിലാക്കിക്കൊണ്ട് പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.